ഹായ് ഫ്രണ്ട്സ്, LDC 2024 എല്ലാ ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റ് വന്നു. ആദ്യം നടന്നത് തിരുവനന്തപുരം LDC എക്സാം ആയിരുന്നു. തിരുവനന്തപുരം LDCക്ക് 72.67 കട്ട് ഓഫ് വന്നത്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 1079 പേരാണ്. 1079 പേര് ഈ ഒരു 72.67 എന്നുള്ളൊരു കട്ട് ഓഫ് കടന്നു. താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള പരീക്ഷയായിരുന്നു തിരുവനന്തപുരം LDC. പിന്നീട് ഓഗസ്റ്റ് 17 എക്സാം നടക്കുന്നത്. 2 ജില്ലകളുടെ എക്സാമാണ് ഓഗസ്റ്റ് 17 നടക്കുന്നത്, കൊല്ലത്തിൻ്റെയും കണ്ണൂരിൻ്റെയും. അതിൽ കണ്ണൂർ ജില്ലയ്ക്ക് 57ഉം കൊല്ലം ജില്ലയ്ക്ക് 58.33 കട്ട് ഓഫ് വരുന്നത്. കണ്ണൂരിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 819 പേരാണ്. നമുക്കറിയാം കണ്ണൂരും കൊല്ലവും നല്ല കോമ്പറ്റീഷനുള്ള ജില്ലകളാണ്. അതിൽ 819 പേരാണ് ഈ 57 എന്നുള്ളൊരു മാർക്ക് കടന്നിട്ടുള്ളത്. കൊല്ലം ജില്ലയിലാണെങ്കിൽ 58.33 അത് കടന്നിട്ടുള്ളത് 686 പേരാണ്. 686 പേര്. അതിനുശേഷം 3 ജില്ലകളുടെ എക്സാം ഓഗസ്റ്റ് 31 നടക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയുടെ, പത്തനംതിട്ട ജില്ലയുടെ, അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ. ഇതിൽ കാസർഗോഡ് ജില്ലയ്ക്ക് 59.33 കട്ട് ഓഫ് വന്നത്. 344 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ടോട്ടൽ 728 പേര്. അപ്പോൾ 344 പേരെ മാത്രമേ കാസർഗോഡ് ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ 58.33 കട്ട് ഓഫ് വന്നത്. 552 പേരാണ് ഈ ഒരു കട്ട് ഓഫ് കടന്നിട്ടുള്ളത്. 58.33 എന്നുള്ള കട്ട് ഓഫ് കടന്നത് 552 പേരാണ്. തൃശ്ശൂരാണെങ്കിൽ 898 പേരാണ് കട്ട് ഓഫ് കടന്നത്. അത് 60.33. തൃശ്ശൂരിൻ്റെ കൂടെ നടന്ന പത്തനംതിട്ട, കാസർഗോഡ് ഈ 2 ജില്ലകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ നല്ലൊരു കട്ട് ഓഫ് തന്നെയാണ് വന്നിട്ടുള്ളത്. 60.33. അത് 898 പേര് ഈ ഒരു കട്ട് ഓഫ് കടന്നു. അതിനുശേഷം സെപ്റ്റംബറിൽ നടന്നത് പാലക്കാട് ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും എക്സാമാണ്. ഇതിൽ പാലക്കാട് ജില്ലയ്ക്ക് 64 കട്ട് ഓഫ് വന്നത്. 721 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ആലപ്പുഴ ജില്ലയാണെങ്കിൽ 594 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ലിസ്റ്റിൽ. കട്ട് ഓഫ് വന്നത് 62.67. അതിനുശേഷം സെപ്റ്റംബറിൽ തന്നെ കോട്ടയം, കോഴിക്കോട് ജില്ലകളുടെ നടന്നു. കട്ട് ഓഫ് കോട്ടയത്തിൻ്റെ വന്നത് 64.67. 642 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. കോഴിക്കോടാണെങ്കിൽ കട്ട് ഓഫ് വന്നത് 69.33. 811 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതിനുശേഷം ഒക്ടോബറിൽ എക്സാം നടക്കുന്നു. ഒക്ടോബർ 5 2 ജില്ലകളുടെ എക്സാമാണ് നടന്നത്, എറണാകുളവും വയനാടും. ഇതിൽ എറണാകുളത്തിൻ്റെ കട്ട് ഓഫ് വന്നത് 67.67. 987 പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. പിന്നീട് വയനാടിൻ്റെ നടന്നു. വയനാടിൻ്റെ കട്ട് ഓഫ് വന്നത് 67.67 തന്നെയാണ്. 339 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ലാസ്റ്റ് 2 ജില്ലകളുടെയാണ് നടന്നത്. ഒക്ടോബർ 19 മലപ്പുറവും ഇടുക്കിയും. ഇതിൽ മലപ്പുറത്ത് കട്ട് ഓഫ് വന്നത് 66. 934 പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ഇടുക്കി ജില്ലയിൽ കട്ട് ഓഫ് വന്നത് 62.33. മെയിൻ ലിസ്റ്റിൽ 553 പേരാണ് ഉൾപ്പെട്ടത്. മലപ്പുറത്തെ അപേക്ഷിച്ച് ഇടുക്കി ജില്ലയിൽ കുറഞ്ഞ കട്ട് ഓഫാണ്. 553 പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടു.